ഹലോ ചങ്കുകളെ, കെ കെ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു 1.5 കിലോ പോത്താണ്. പോത്ത് അത് നാടൻ പോത്ത് കറിയും പാലപ്പവും. നമ്മുടെ 3-4 കൂട്ടുകാർ വരുന്നുണ്ട്. ഓണത്തിനന്മാർക്കൊക്കെ ഭയങ്കര തിരക്കും പരിപാടികളൊക്കെയാണ്. അപ്പം ഇന്ന് നമ്മൾ ട്രീറ്റ് ചെയ്ത് വിടാൻ പോവുകയാണ്. മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ കിടിപിടി സാധനങ്ങളെല്ലാം നാടൻ കരിവേപ്പിലയൊക്കെ നമ്മൾ വീട്ടിലുണ്ട്. എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കൂട്ടുകാരെ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. തേങ്ങാക്കൊത്താണ്, നാടൻ നമ്മുടെ അടിപൊളി ബീഫ് കറിയാണ്. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ പോയി ബീഫ് വാങ്ങിക്കുമോ എന്നുള്ള കാര്യം 100% ഉറപ്പ്. അപ്പോൾ കറി എങ്ങനെ വെക്കേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ 1.5 കിലോ പോത്താണ്, നല്ല കിടിലം പോത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ഇടണം. ഓക്കെ. അപ്പം മല്ലിയില, പുതിനയില, പച്ചമുളക്, സവോള, തക്കാളി ഐറ്റംസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് പോവാം. ഓക്കെ. നമ്മൾ പെരുംജീരകം പൊട്ടിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ഇടികല്ലിൽ ഇടിച്ചതാണ് സംഭവം. അപ്പോൾ അത് മൂത്തൊരു വിധം മയപ്പെട്ട് വരുമ്പോൾ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഇടരുത്, മൂക്കത്തില്ല, അത് കരിയാൻ പാടും. അപ്പോൾ അത് അതെ തേങ്ങാക്കൊത്തും കൊണ്ട് കണ്ണമ്മ വന്നു. അപ്പോൾ ഞങ്ങളൊരു കൂട്ടപ്പാചകമാണ്. ഇന്ന് നമുക്ക് ഇച്ചിരി ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടാണ്. ബീഫ് നമ്മളൊരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ എടുത്ത സാധനങ്ങൾ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എത്രത്തോളം ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. നാടൻ കരിവേപ്പിലയാണ് നമ്മൾ ഇടുന്നത്. നാടൻ കരിവേപ്പില എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു മണവും ആ ഗുണവും നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിയൊക്കെ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതേ നമ്മളിത് വെറുതെ പറഞ്ഞതല്ല, നമുക്കിവിടെയൊക്കെ നാടൻ കരിവേപ്പില കിട്ടും കേട്ടോ. ഈ ഇല നിങ്ങൾ ശ്രദ്ധിച്ച നമ്മുടെ കൈകൊള്ളി നമ്മുടെ കരിവേപ്പിൻ്റെ ഇതാണ്. വീഡിയോയും കുക്കിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പണി പാടും. ആ കുഞ്ഞിൻ്റെ വീഡിയോ എടുത്ത് അപ്പം മോളാണ് വന്ന് അതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണമ്മ വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപ്പിട്ട അതിൻ്റെ പുറത്ത് ഉപ്പിട്ട് നമ്മളെ ഒരു തരി ഉപ്പിടുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കത് വാടി കിട്ടും. അതാണ് അതിൻ്റെ പരിവെന്ന് പറയുന്നത്. നമ്മുടെ ബീഫൊക്കെ ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചെറുനാരങ്ങ അതിനകത്ത് പിഴിഞ്ഞെടുക്കണം. നമുക്കിത്ര കൊണ്ടിട്ട് ഞങ്ങൾക്കല്ല, ഫാമിലി നമുക്കൊരു ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ നമ്മൾ വേണ്ടിയിട്ടാണ്